നമസ്കാരം. ജെ എം ടോക്സിലേക്ക് സ്വാഗതം. പ്രമുഖ കോൺഗ്രസ് നേതാവും കേന്ദ്ര സംസ്ഥാന മന്ത്രിയുമൊക്കെ ആയിരുന്ന പ്രൊഫസർ കെ വി തോമസ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം. മാഷിനെ എനിക്ക് 1982 മുതൽ അറിയാം. അന്ന് മാഷ് എം പി അല്ലാതിരുന്ന കാലത്ത് അന്ന് ഞാൻ കൊച്ചിയിൽ എയർപോർട്ട് ട്രെയിനിയായിട്ട് വരുന്ന കാലത്ത് അന്ന് PS ജോൺ സാറിന്റെ സത്യപ്രദൻ, അതെ, തരിയൻ ചേട്ടൻ, അതെ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട അവരുടെയൊക്കെ കീഴില് അവരുടെ പ്രത്യേകതയുണ്ട്. 3 പേരും അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങളുടെ കുമ്പളങ്ങാട് ഭാഷയിൽ സ്മോളൊക്കെ കഴിക്കുന്ന സ്മോൾ കഴിക്കുന്നു. പക്ഷേ ഒരു വാർത്തയും പുറത്തു പോവില്ല. എക്സ്ക്ലൂസീവ് ആയിരിക്കും. സൗഹൃദം വേറെ, പക്ഷെ വാർത്ത എക്സ്ക്ലൂസീവ്. ജോണിയേട്ടനെ സംബന്ധിച്ചിടത്തോളം PS ജോണാണ് ഏറ്റവും അറിയപ്പെടുന്ന ഒരാളാണ്. ജോണിയേട്ടൻ വാർത്ത എടുക്കാൻ പോവില്ല, പക്ഷെ വാർത്ത അവിടെ വരും. എനിക്കറിയാം. അന്നത്തെ അവിവിക്ത CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് ഒളിച്ചു കയറിയ ആളാണ്. അത് കണ്ടുപിടിക്കുന്ന MM ലോറൻസ് ചേട്ടനാണ്. അന്ന് അടിച്ചു ചെരിപ്പെടുത്തി കളയും. അത് പ്ലാനിൽ പറഞ്ഞു വിട്ടു. അതുപോലെ NN സത്യൻ്റെ ഒരു കാഴ്ചപ്പാട്, അത് ഞങ്ങളുടെ കുമ്പളങ്ങാരാണല്ലോ. അത് എൻ്റെ ഒരു അനുഭവം, 2 അനുഭവങ്ങളാണ് എന്നെ ഓർത്ത് നിൽക്കുന്നത്. ഒന്ന് 1972 തേവര കോളേജിൽ പെൺകുട്ടികളെ കൊണ്ടുവന്നു. അപ്പോൾ തേവര കോളേജ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് കോളേജസാണ്. മദ്രാസ് യൂണിവേഴ്സിറ്റി കീഴിൽ വന്ന് CMHM മെൻസ് കോളേജാണ്. അന്ന് ഏകദേശം 1500ഓളം കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന കോളേജാണ്. പിന്നീട് കേരളത്തിൽ വ്യാപകമായ കോളേജുകൾ വന്നു. തേവര കുട്ടികൾ കുറച്ച് തവരവും ബഹളവും തന്നെ. അങ്ങനെ ഞാനൊക്കെ അത് സ്റ്റാഫിൽ വരുന്ന കൊല്ലോ. അപ്പോൾ ഞാൻ അച്ഛന്മാരോട് പറഞ്ഞു, നമുക്ക് കുറച്ച് പെൺകുട്ടികളെ കൂടി ഇവിടെ കൊണ്ടുവരണം. അച്ഛന്മാർക്ക് അത് ദഹിക്കത്തില്ല. പെൺകുട്ടികളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാനേ പറ്റില്ല. അവസാനം കോംപ്രമൈസ് ആയിട്ട് ഞങ്ങൾക്ക് 2 സ്റ്റെയർ കേസ് ഉണ്ട്. ഒരു സ്റ്റെയർ കേസ് മെൻ വിമൻ എന്ന് ചോദിച്ചു. 2 അവിടെ ഞങ്ങളുടെ പഴയ കെട്ടിടങ്ങളാണ്. അപ്പോൾ ജനലിനൊക്കെ നല്ല വീതിയുണ്ട്. അപ്പോൾ അവിടെ കയറിയ ആളിരിക്കും. ഇരിക്കാതിരിക്കാൻ വേണ്ടി ചെത്തി ഇങ്ങനെ ഞങ്ങൾ കമ്മിറ്റിയൊക്കെ വെച്ചു. പിന്നെ 2 ടെലസ്കോപ്പ് വാങ്ങിച്ചു. കാരണം ഞങ്ങൾ പുറകിലെ കായലാണ്. അപ്പോൾ അവിടെ പോയി കുട്ടികളെ ഇറക്കുമോ, ഇങ്ങനെയൊക്കെ എല്ലാ പ്രിപ്പറേഷൻ ചെയ്തിട്ടാണ് ചരിത്ര പ്രസിദ്ധമായ പെൺകുട്ടികളെ കൊണ്ടുവരുന്നത്. എല്ലാ പത്രങ്ങളും വാർത്ത ഹെഡ്ലൈൻ കൊടുത്തു. പക്ഷെ ഒരു വാർത്ത അന്നും ഇന്നും നിലനിൽക്കുന്നതും വിദ്യാർത്ഥികൾ, മാധ്യമ വിദ്യാർത്ഥി പഠിക്കുന്നുണ്ട്. തേവര കോളേജിൽ വളകിലുക്കാം. ശരി, ആർക്കത് ആലോചിക്കുക. അതാണ് സത്യൻ്റെ. അതുപോലെ സത്യനെ സഹപ്രവർത്തകരോടുള്ള സ്നേഹം. അന്നാണല്ലോ TMJക്ക് മന്ത്രിയായിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സംസ്ഥാന തലത്തിലെ കലാപരിപാടി. അപ്പം അന്ന് ഞാൻ DCC ഓഫീസ് ആ ടെർമിനൽ ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. ഞാൻ അവിടെ പോയിരിക്കും. TH മുസ്തഫ DC പ്രസിഡന്റ്. അപ്പോൾ ഞാൻ രാത്രി ഇതൊക്കെ ഞങ്ങളൊക്കെ, അപ്പോൾ നമ്മുടെ സടുകുട്ടിച്ചായനൊക്കെ ഉള്ളൊരു കാലഘട്ടം, ജോണൊക്കെ ഉള്ള ആ ഒരു കാലഘട്ടം. പക്ഷേ മാതൃഭൂമിയിലെ ആളുകൾക്ക് സ്പെഷ്യൽ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ ഒരു 8-9 മണിയാകുമ്പോൾ സത്യം വരും, സ്മോൾ അടിച്ചോ എന്ന് പറയുന്നത്. എന്നിട്ട് പിറ്റേ ദിവസം റിപ്പോർട്ട് ഗംഭീരമായിരിക്കണം. അങ്ങനെ ഒരു വലിയ ബന്ധം. അതുപോലെ ഞാൻ 84 മത്സരിക്കുമ്പോൾ ഒരു അത്ഭുതകരമായ മത്സരമായിരുന്നു. കാരണം അന്ന് കൊച്ചുണ്ണി മാഷാണ് മേയർ, കൊച്ചിയുടെ ആദ്യ പ്രഥമ മേയർ, 10,000 പേരുടെ നേതാവ് കൊച്ചിൻ ബൂട്ടിൽ. അതിന് മുമ്പ് ഞാനൊന്നുമല്ല, ഞാനൊരു ഒരു സൊസൈറ്റി ഇലക്ഷന് പോലും മത്സരിക്കാത്തതാണ്. പക്ഷേ എനിക്ക് പത്രങ്ങളുടെ സപ്പോർട്ട് കിട്ടി. അപ്പോൾ അന്നത്തെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്രചരണം തീരുന്നെന്ന് അറിയുന്നത് വൈകുന്നേരം 4 മണിയാകുമ്പോൾ ഈ ഓഫീസുകൾ, പ്രചരണ ഓഫീസുകൾ മുമ്പിൽ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് അഴിക്കും. അത് ഫോട്ടോ എടുത്തിട്ടാണ് പ്രചരണം കഴിഞ്ഞു. 24 മണിക്കൂറിൽ കിട്ടും. അപ്പോൾ അന്ന് MG റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പടിഞ്ഞാറ് വശത്ത് കൊച്ചുണ്ണി മാഷിൻ്റെ ഓഫീസും റൈറ്റ് സൈഡിൽ എൻ്റെ ഓഫീസും കോൺഗ്രസിൻ്റെ ഓഫീസാണ്. അപ്പോൾ 4 മണിക്ക് ഞാനവിടെ തിരിച്ചു വന്നു. അന്ന് മൊബൈലില്ല, ഞാൻ ടെലഫോണാണ്. സത്യൻ എന്നെ വിളിക്കുക, മാഷ എവിടെ ഉണ്ട്? ഞാൻ പറഞ്ഞു, ഞാൻ നമ്മുടെ പ്രചരണമൊക്കെ കഴിഞ്ഞ് എൻ്റെ ഓഫീസിൽ നിന്നിരിക്കുകയാണ്. തനിക്ക് തൊട്ടപ്പുറത്തുള്ള കൊച്ചുണ്ണി മാഷിൻ്റെ ഓഫീസിൽ പോയി എന്നെ ഒന്ന് ഫോൺ വിളിക്കാവോ? ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞു? ഒരു ചായ കുടിക്കാവോ? ഞാൻ പറഞ്ഞു, എന്താ കുഴപ്പം? ഞാനതിൻ്റെ അകത്ത് മറ്റേ ദുരൂഹതയൊന്നും കണ്ടില്ല. ഞാൻ നടന്ന് അവിടെ പോയി. അത് മജീദാണ്, VK മജീദാണ് നോക്കുന്നതാണ്, പഴയ കോൺഗ്രസ്സുകാരനാണ്. നമ്മൾ മനസ്സിലായിട്ട് എന്തുണ്ട് വിശേഷം പറഞ്ഞ് ഞാനവിടെ ആ ഫോണൊക്കെ എടുത്തൊന്ന് കറക്കി. അപ്പോൾ ചായ കിട്ടൂല, കുടിക്കാം. അപ്പോൾ മാതൃ ചെയ്യുന്ന ഫോട്ടോഗ്രാഫർ ജയചന്ദ്രനാഥൻ്റെ ഓർമ്മ വന്നു, ഫോട്ടോ ഒക്കെ എടുത്തു.
അപ്പോൾ പിന്നെ സത്യം ചോദിച്ചത് മാഷിൻ്റെ ഏർപ്പാടൊക്കെ കഴിഞ്ഞ ഇവിടെ ഞാൻ പറഞ്ഞ ഇവിടെ തീർന്നു. അന്നാ എൻ്റെ മാസ്റ്റർ ഓഫീസിലേക്ക് പോയിട്ട് അതങ്ങ് പൂട്ടിക്കല്ലേ എന്നിട്ട് വീട്ടിൽ പോകുന്നത്. കുറച്ച് പി സി ചാക്കുക. പി സി ചാക്കാന്ന് കൊച്ചുണ്ണി മാഷിൻ്റെ ഈ പ്രചരണത്തിൻ്റെ നായകനാണ്. കാര്യം പി സി ചാക്കോയ്ക്ക് മനസ്സിലായി. പി സി ചാക്ക അവിടെ നിന്ന് സത്യനെ വിളിച്ചിട്ട് പറഞ്ഞ് ആ ജയിച്ചെന്നിട്ട് കാല് ഞാൻ തല്ലി കൊടുക്കുന്ന ആളെ വാർത്ത വന്ന് ഇത് കാര്യം മനസ്സിലായി സത്യമാണെന്ന് പറഞ്ഞു. ആ എന്നാൽ നീ പറഞ്ഞത് കൂടി ഞാൻ കൊടുത്തേക്കുന്ന ആളെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസത്തെ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊച്ചിന് മാഷിൻ്റെ ഓഫീസിൽ പോകുന്നു, ചായ കുടിക്കുന്നു, ഫോൺ വിളിക്കുന്നു. കെ വി തോമസ് ധൈര്യപൂർവ്വം. ശരി. രണ്ടാമത്തെ ഇലക്ഷൻ അതിനേക്കാൾ രസകരമായിരുന്നു. അന്ന് സുബ്രഹ്മണ്യം പോറ്റിയാണ് നേരത്തെ മത്സരം. സുബ്രഹ്മണ്യം പോറ്റിക്ക് കൊച്ചിയിൽ നല്ല സ്വാധീനമുണ്ട്. അതിനൊരു ചെറിയ ഒരു വൈരാഗ്യബുദ്ധിയുണ്ട്. കാരണം കെ കരുണാകരനെതിരായിട്ട് കേസ് വിധി പറഞ്ഞത്, രാജൻ കേസ് വിധി പറഞ്ഞത് സുബ്രഹ്മണ്യം പോറ്റിയാണ്. അപ്പൊ ആ പോറ്റിക്കെതിരായിട്ട് ലീഡറുടെ സ്വന്തം ആള് ഞാൻ നിൽക്കുകയാണ്. വളരെ ശ്രദ്ധാർഹമായ ഇലക്ഷൻ. അപ്പോൾ എന്നോട് ജോണിയേട്ടനും സത്യനും പറഞ്ഞു, മാഷ് ശ്രദ്ധിക്കണം, വാക്കോവറെന്ന് വിചാരിക്കും പോറ്റിയാണ്. അവിടുത്തെ എല്ലാ ഹൈന്ദവ മേഖലയിൽ സ്വാധീനമുണ്ട്. BTH സ്വാമി ഉൾപ്പെടെ പോറ്റിൻ്റെ കൂടെയാണ്. അപ്പം ഞാൻ വളരെ കാര്യമായിട്ടൊക്കെ കൂടെയാണ് നടന്ന് ക്യാൻവാസിങ് കഴിഞ്ഞു. റെസ്റ്റ് ഡേ അന്ന് ഇതുപോലെ ലാൻഡ് ടെലഫോണേ ഉള്ളൂ. ഞാൻ പിന്നെ ഇവിടെയാണ് പടുതല എൻ്റെ വൈഫ് ഹൗസിൽ പുഴയുടെ തീരത്താണ്. അപ്പോൾ സത്യം വിളിക്കുക, മാഷ് എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു ഞാനങ്ങനെ എൻ്റെ വൈഫ് ഹൗസിലുള്ള പാട് അമ്മ അറിയാം സത്യത്തിന്. ഒരു മാഷിൻ്റെ കാര്യം ചെയ്യും, മാഷ്ക്ക് വഞ്ചി തുഴയാന്നറിയാമല്ലോ, ഒന്ന് വഞ്ചി തുഴഞ്ഞ് അങ്ങോട്ട് പോവാം. കുറച്ച് കഴിയുമ്പോൾ മാധവ ആൾ വന്നു, ഞാൻ വഞ്ചി തുഴഞ്ഞ് പോയി. പിറ്റേ ദിവസത്തെ വാർത്തയാണ്, കെ വി തോമസ് വോട്ട് തേടി പോകുന്നു, സുബ്രഹ്മണ്യം പോയിട്ട് കൊച്ചുമക്കളുടെ കൂടെ കാപ്പ് കുടിക്കുന്നു. അപ്പൊ അതൊക്കെയെന്ന് പറഞ്ഞൊരു കുസൃതി ഉണ്ടെങ്കിലും അതൊരു അസാധ്യമായ ഏർപ്പാടാണ്. അപ്പൊ 84-ലാണ് മാഷ ആദ്യം ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഗാന്ധി അതിനുശേഷം മാഷ എറണാകുളത്ത് തന്നെ 5 തവണ MP മത്സരിച്ചു. 5 തവണ MP ആയി. 6 പ്രാവശ്യം മത്സരിച്ചു. 5 തവണ MP, 1 തവണ തോറ്റു. 86-ല് 2 തവണ നിയമസഭയിലേക്ക്. 96-ല് ചാര കേസ് വന്ന് 2 പ്രാവശ്യം അസംബ്ലിയിലേക്ക്. നിയമസഭയിൽ 2 തവണ മത്സരിച്ചു. MLA 2001-ല്, പിന്നെ 2006-ല് 1 തവണ അവിടെയും. 2001 അപ്പൊ മാഷ് ഈ ലീഡർ കരുണാകരൻ കണ്ടെത്തിയ ഒരാളാണ്. അതെ, ലീഡറിനെ കുറിച്ച് തന്നെ മാഷ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കരുണാകരൻ എങ്ങനെയാണ് മാഷിനെ കണ്ടെത്തിയത്? മാഷ് അന്ന് തേവര കോളേജിൽ ഒരു അധ്യാപകൻ മാത്രമായിരുന്നു. അതൊരു ആക്സിഡന്റലാണ് സത്യത്തിൽ. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് യൂത്ത് കോൺഗ്രസിലൂടെ ഒന്നുമല്ല. ഞാൻ 7ാം വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ്. അന്നത്തെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം കുമ്പളങ്ങിയിലെ മണ്ഡലം പ്രസിഡന്റ് ആകുക, കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് ആകുക. അത് ലക്ഷ്യം വെച്ച് എനിക്ക് ലക്ഷ്യമുണ്ട് എപ്പോഴും. ലക്ഷ്യം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും ജയിക്കണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ മാമോദീസാണ് ഏറ്റവും വലിയ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ മാമോദീസ. ഞാൻ എല്ലായിടത്തും പോയി മാമോദീസ പങ്കെടുക്കും. എൻ്റെ വൈഫിനെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഒരു വോട്ടാണ് അത്. അത്രയും കണ്ടാണ് അന്ന് ഇറങ്ങുന്നത്. മനസ്സിലായി. അപ്പൊ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇങ്ങനെ പിന്നെ മണ്ഡലം പ്രസിഡന്റ് ആകണം, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നേ ഇല്ല. അന്ന് INUC-യുടെ നേതാവ് ദാരാസിംഗ്, GS ദാരാസിംഗ്, കേരളത്തിൽ ആദ്യമായി പ്രസ് കൊണ്ടുവരുന്നത്, പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവാണ്. അപ്പം അദ്ദേഹത്തിന് കുറേയധികം തൊഴിലാളികൾ കുമ്പളങ്ങി പോകുന്നുണ്ട്. INUC-ക്കാർ, ഇണ്ടക്കാരെന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് വക്കഞ്ഞേറ്റ്, പെരുമ്പള്ളി വക്കഞ്ഞേട്ടൻ, അങ്ങനെ കുറേ ആളുകളാണ്. അപ്പം ഇദ്ദേഹം സൺഡേ അവിടെ ഇരിക്കൽ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് ഇണ്ടക്കിൻ്റെ ഒരു ഓഫീസുണ്ട്, അവിടെ അദ്ദേഹം വരും. അപ്പം അന്ന് കുമ്പളങ്ങി കാറ് വരുന്നത് റെയറാണ്. ഇദ്ദേഹമാണ് കാറിന് വരുന്നത്. കാണാൻ തൊപ്പിയൊക്കെ വെച്ച് മുട്ടുക്കനാണ്. അവിടെ പോയി ഇദ്ദേഹമായിട്ട് ഞാൻ പരിചയപ്പെട്ടു. അപ്പോഴാണ് 68-ൽ ഞാൻ തേവര കോളേജ് അധ്യാപകനാകുന്നു. അതിനിടയിൽ മാത്യു പെയിൻ സാറിനെ ബന്ധപ്പെട്ടു. മാത്യു പെയിൻ സാർ മേയറായിരുന്നു. അന്ന് പുല്ലുവെട്ട് തൊഴിലാളി യൂണിയൻ. ഇതല്ലാതെ വേറൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഒരു പശ്ചാത്തലമില്ല. അവിടെ പുല്ലുവെട്ട് തൊഴിലാളി യൂണിയന് മാത്യു പെയിൻ സാർ ജനറൽ സെക്രട്ടറിയും ദാരാസിംഗ് പ്രസിഡന്റുമാണ്. അപ്പോൾ അവിടെ മെമ്പർഷിപ്പ് ഇലക്ഷൻ വന്നപ്പോൾ ഞാൻ ആദ്യത്തെ പോലെ എൻ്റെ മനസ്സ് മുഴുവൻ നിൽക്കുന്ന പഞ്ചായത്ത് പിന്നെ മണ്ഡലം പ്രസിഡന്റാണ്. പീതാംബരം മാഷ് ബ്ലോക്ക് കോൺഗ്രസ്, പള്ളുരുത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും DC ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പിന്നെ വൈസ് പ്രസിഡന്റുമാണ്. TH മുസ്തഫ പ്രസിഡന്റ്. പീതാംബരം മാഷ് നമ്മളെ അടുപ്പിക്കുന്നില്ല. പീതാംബരം മാഷ് വേറെ ഗ്രൂപ്പ് സംവിധാനങ്ങളൊക്കെ, മാഷ് തികഞ്ഞ സോഷ്യലിസ്റ്റാണ്. പക്ഷെ മാഷിൻ്റെ ഗ്രൂപ്പുണ്ട്, വേറെ ആൾ വരാൻ. അപ്പം ഞങ്ങളുടെ വ്യത്യസ്തമായ TH മുസ്തഫയുടെയും K മുഹമ്മദ് അലിയുണ്ട് ആലുവയിലെ കൂടെ ചേർന്നു. അപ്പം മെമ്പർഷിപ്പ് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ
ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് മാറ്റി തരൂല്ലല്ലോ. അപ്പം അത്യാവശ്യം തരും, ഞങ്ങൾക്ക് കൂടുതൽ കിട്ടി കൊടുത്തിട്ട് വേണം മത്സരിക്കാൻ. അതിന് ഞങ്ങളെ TH മുസ്തഫ സഹായിച്ചു. അങ്ങനെ മത്സരം തുടങ്ങി 7ാം വാർഡിൽ വന്നപ്പോൾ ഭയങ്കര ശക്തമായ മത്സരം. അപ്പോൾ പിതാ മനുഷ്യൻ്റെ അന്വേഷിച്ച് വരുന്നവരുടെ അവിടെ വരെ വന്നു. എന്നോട് ചോദിച്ചെന്താ അവൻ ഇങ്ങനെ മത്സരമാണ്, തർക്കം തീരുന്നില്ല. എല്ലാവരും തർക്കിക്കണ്ട. തോമസ് മാഷ്, എന്നെ മാഷെന്ന് അന്നും വിളിക്കും. തോമസ് മാഷ് 7ാം വാർഡ് പ്രസിഡന്റ്, വേറെ ജോസഫ് ഉണ്ട്, വളനാട് ജോസഫ്, അയാൾ ജനറൽ സെക്രട്ടറി. ഇപ്പോൾ തർക്കം തീർക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു മാഷ അതിൽ ചെറിയ പ്രശ്നമുണ്ടല്ലോ. എന്താ, എനിക്ക് കുമ്പളങ്ങി മണ്ഡലം പ്രസിഡന്റ് ആകണം, വാർഡ് പ്രസിഡന്റ് ആയാൽ പിന്നെ മണ്ഡലം പ്രസിഡന്റ് ആകാനോ കൂട്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് സാധനം നമ്മളൊക്കെ തന്നെ ഇല്ലേ, എന്തിനാ വറീടാവേണ്ട കാര്യമില്ലല്ലോ മാഷ. അവർ തർക്കം, മാഷിൻ്റെ വാർഡിൽ എന്തിനാ തർക്കം? ശരി, ഞങ്ങൾ സമ്മതിക്കാം. പക്ഷേ പിന്നെ മണ്ഡലം പ്രസിഡന്റ് ഇലക്ഷൻ വന്നപ്പോൾ എന്റെ തള്ളിക്കളഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി അകന്നു. അല്ലെങ്കിൽ തികഞ്ഞ രാഷ്ട്രീയത്തിന്റെ ബാലപാഠം. അപ്പം അതാണ്, അപ്പം നമ്മുടെ ഒരു കണ്ണിങ്നെസ്, ഈ കാര്യത്തിലൊക്കെ ഒരു ചൂടിനെസ് വേണമെന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ മുസ്തഫയുടെ അടുക്കുന്നു. ദാരാസിംഗിലൂടെ സ്റ്റീഫൻ സാറിലേക്ക് എടുക്കുക. അന്ന് സ്റ്റീഫൻ സാർ വെൽ നോൺ അഡ്വക്കേറ്റാണ്, IHUC സംസ്ഥാന പ്രസിഡന്റാണ്, അഖിലേന്ത്യാ ട്രഷറാണ്. KPC ജംഗ്ഷൻ സാറിനൊരു ഓഫീസുണ്ട്, 2 നില കെട്ടിടമാണ്. താഴെ ഞാൻ VP വരക്കാം. അന്നത്തെ KPC ഓഫീസ് എറണാകുളത്താണല്ലോ. രണ്ടും ഉണ്ട് അവിടെ. ഒരു ജംഗ്ഷന്റെ റൈറ്റ് സൈഡിൽ KPC ഓഫീസ്, ലെഫ്റ്റ് സൈഡിൽ സ്റ്റീവൻ സാറിന്റെ ഓഫീസ്. അപ്പോൾ സ്റ്റീവൻ സാർ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇരിക്കുന്നത്, ഞാൻ VP വരക്കാറ്. അങ്ങനെ ഒരു സെറ്റ്. വിക്ടർ വില്ലീനസ്, ഇവിടെ പ്രസിദ്ധ നോവലിസ്റ്റ്, വിക്ടർ വില്ലീനസിന്റെ നാക്കിൽ നിന്നാണല്ലോ വീണത്. ഒരു എന്താ പറയുക, ശാപം പോലെ വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു നോവലിലുണ്ട്, ഒരു പത്രപ്രവർത്തകൻ അവസാനം വെള്ളമടിച്ച് ബോധം കേട്ട് കാനയിൽ കിടന്ന് മരിച്ചു. അതെ, അത് ഒരു ഇതായിട്ട് വന്നു അതിനകത്ത്. അങ്ങനെയുള്ള സാറിനന്ന് സോഷ്യലിസ്റ്റ് ലേബർ എന്ന് പറഞ്ഞൊരു ഒരു മന്ത്രിയുണ്ട്. അപ്പം അത് എഴുതുന്നത് പൊന്നിക്കര റാഫി, റീന റാഫി, പിന്നെ മരക്കാർ. അപ്പം ഞാനും അവിടെ പോയി എൻ്റെ കൂടെ. അപ്പം മരക്കാർ എൻ്റെ ജ്യേഷ്ഠനും ഒന്നിച്ച് സേവന കോളേജ് ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസാണ്. അവിടെ വെച്ച് ഞാൻ സ്റ്റീഫൻ സാറുമായിട്ട് പരിചയപ്പെടുകയാണ്. അങ്ങനെ പിന്നെ കോട്ടയത്ത് വെച്ച് INGUCയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഇന്ദിരാഗാന്ധി വരുന്നൊരു സമ്മേളനമാണ്. അന്നാണ് ഈ കരുണാകരൻ, സ്റ്റീഫൻ സാർ ഒരു ഭാഗത്തും, ആന്റണി ഉമ്മൻചാണ്ടി അന്ന് ജില്ലാ പ്രസിഡന്റാണ് INGUCയുടെ. അപ്പോൾ പുതിയ കെട്ടിടം PS ജോൺ സാറിൻ്റെ നേതൃത്വത്തിൽ പുതിയ കെട്ടിടം പണിയാണ്. INGUC ജാഥ നടക്കുക. അപ്പോഴാണ് ഞാൻ ട്രിക്ക് മനസ്സിലായത്. ആന്റണിയുടെ മുദ്രാവാക്യം അതൊക്കെയാണ് ഇതുണ്ടാവുക. അപ്പം ഞാൻ നോക്കുന്നത് ഈ കുറേ പേര് വന്നിട്ട് ആ ജാഥയുടെ കൂടി പോയി അങ്ങനെ പോയി തിരിഞ്ഞ് വന്നിട്ട് വീണ്ടും വരും. അപ്പോൾ കരുണാകരന് വേണ്ടിയോ സ്റ്റീഫൻ സാറിന് വേണ്ടിയോ ഒന്നും പിടിക്കാനില്ല. അപ്പോൾ സോണിയാഗാന്ധി സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് കാണുന്നുണ്ട് ഇതെല്ലാം കൂടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ട്രിക്കാന്ന് പിന്നീട് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ മനസ്സിലായി. പക്ഷെ അവിടെ വെച്ച് ആന്റണിക്ക് വലിയ പ്രാധാന്യം കിട്ടി. അല്ല, ഇന്ദിരാഗാന്ധി നേരിട്ട് കാണൂല്ലേ ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും മുദ്രാവാക്യം വിളിച്ചത്. അങ്ങനെ അവിടെ ആ സമ്മേളനത്തിൽ വെച്ച് എന്നെ കൊച്ചിൻ താലൂക്ക് INGUCയുടെ ജനറൽ സെക്രട്ടറി ആക്കി. ഞങ്ങളുടെ രാമകൃഷ്ണൻ മാനേജർ എന്ന് പറയുന്ന ഒരു കൽസ മാനേജറുണ്ട്, അയാൾ പ്രസിഡൻ്റായി. അങ്ങനെ ദാരാസിംഗുമായിട്ട് വീണ്ടെടുത്തു. സ്റ്റീഫൻ സാറിൻ്റെ കൂടെ പോയി. അത് കഴിഞ്ഞ് പിന്നത്തെ സംസ്ഥാന സമ്മേളനം വന്നത് എറണാകുളത്താണ്. അപ്പോൾ ഞാൻ കോളേജിലെ അധ്യാപകനായി. ഞാൻ തേവര കോളേജിൽ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യും. ഞങ്ങളൊരു മനോഹരമായ സ്റ്റേഡിയം ഉണ്ട്. അപ്പോൾ സ്റ്റീഫൻ സാർ ഇതെല്ലാം വന്ന് കണ്ടപ്പോൾ സന്തോഷം. ഞാൻ സാറിന് താമസിക്കാൻ പ്രത്യേക മുറി, ഡെലിഗേറ്റ്സിന് പ്രത്യേക മുറി, ഭക്ഷണം കൊടുക്കാൻ വലിയ സംവിധാനം, ഇങ്ങനെ അതിഗംഭീര. അവർക്ക് പൈസ എങ്ങനെയെന്ന് വെച്ചാൽ അതാണ് ഞാൻ ഫണ്ട് കളക്ഷൻ കണ്ടത്. അങ്ങനെയാണ്. അന്ന് CL ആനന്ദുണ്ട്, അതുപോലെ തന്നെ പിന്നെ വെല്ലിംഗ്ടൺ സ്പൈസസിൻ്റെ ഒക്കെ ആളുകൾ. അപ്പോൾ സാറ് എന്നെ കൂടി വിളിച്ചുകൊണ്ട് പോകും. പക്ഷെ സാറ് മുകളിലോട്ട് കൊണ്ടുപോയില്ല, മുറിയിലേക്ക് ഉടമസ്ഥന്മാരുടെ മുറി. ഞാൻ പുറത്തിരിക്കാൻ പറയും, ഞാൻ പുറത്തിരിക്കും. സാറ് പോയി കളക്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു പെട്ടി തന്നു. അന്ന് 1 ലക്ഷം രൂപ ഉണ്ട് ആ പെട്ടിക്ക്, അന്നത്തെ കാലം. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിൻ്റെ അകത്ത് 1 ലക്ഷം രൂപയുണ്ട്, ഒരു നോട്ട്ബുക്ക് ഉണ്ട്. 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലേ. അപ്പോൾ 3 ദിവസത്തെ പരിപാടിയാ. അപ്പം എന്നോട് 1 ലക്ഷം രൂപയുണ്ട്, താൻ കണക്ക് എഴുതിക്കൊള്ളു, ബാക്കിയാകുമ്പോൾ ഇത് തന്നെ പോരാതെ വന്നാലും താൻ എന്നോട് ചോദിച്ചോളാം, ഒരു കുഴപ്പം, ഭക്ഷണം ഗംഭീരമായിരിക്കണം. അങ്ങനെ 3 ദിവസം നടന്ന സമ്മേളനം, അതിഗംഭീരമായ സമ്മേളനം. ഈ പിന്നെ ലീഡറുടെയും സ്റ്റീഫൻ സാറിൻ്റെയൊക്കെ
മേധാവിത്വം. അങ്ങനെ മാഷിന്റെ ഒരു ഓർഗനൈസിങ് കപ്പാസിറ്റി അവരന്നാണ് തിരിച്ചറിഞ്ഞത്. സത്യത്തിൽ അന്ന് ഇതിന് ചെയർമാൻ TH മുസ്തഫയാണ്. ഞാൻ മുസ്തഫയുടെ വലിയ അടുപ്പായിരുന്നു. അന്ന് ഇംഗ്ലീഷ് ലെറ്ററൊക്കെ എഴുതുന്നത് ഞാനാണ്. മുസ്തഫയ്ക്ക് വേണ്ടി എഴുതി DC ഒക്കെ ചെയ്തത്. അപ്പം അന്ന് മുസ്തഫ ഒരു തന്ത്രം പറഞ്ഞു, നമുക്ക് കോട്ടയത്ത് ഒരു പറ്റുപറ്റി. കാരണം അന്നത് ഉമ്മൻചാണ്ടിയുടെ കഴിവ് കൊണ്ട് കംപ്ലീറ്റ് എയ്ഡ് ആയിട്ട് പോയി. ഇവിടെ അത് പറ്റില്ല. ഇവിടെ ഞങ്ങൾ ഇന്ന് ഇന്ദിരാഗാന്ധി പ്രസംഗിക്കുന്ന സ്റ്റേജിൻ്റെ തൊട്ട് മുമ്പിൽ ഞങ്ങൾ സകല ആൾക്കാരെയും കൊണ്ടുവന്ന് നിർത്തി. നേരത്തെ തന്നെ വണ്ടി വരാൻ പറഞ്ഞ് അങ്ങനെ അന്നപ്പോൾ കർണാകരന് വേണ്ടിയും സ്റ്റീവൻ സാറിന് വേണ്ടിയും മുസ്തഫയ്ക്ക് വേണ്ടി വിളിക്കാനൊക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് കർണാകരനുമായിട്ട് അങ്ങനെയാണ് സാവധാനം ലീഗറുമായിട്ട് അടുത്ത് വരികയും സമ്മേളനം കഴിഞ്ഞപ്പോൾ എന്നെ INTUസിയുടെ ഓർഗനൈസിങ് സെക്രട്ടറി ആയി. ഒറ്റ ഓർഗനൈസിങ് സെക്രട്ടറി ഉള്ളൂ, സ്റ്റേറ്റ്. അപ്പം അന്ന് AC ജോസൊക്കെ അതിന് ഒബ്ജക്റ്റ് ചെയ്തു. എന്തിനാണ് ഇപ്പം ഞാൻ ചെറുപ്പമല്ലേ ചേർന്നിട്ട് എനിക്ക് അങ്ങനെ വലിയ യൂണിയൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ അത് ജോസൊക്കെ ഒബ്ജക്റ്റ് ചെയ്തപ്പോൾ സ്റ്റീഫൻ സാർ ഒരു പറ്റില്ല, അയാളാണ് ഈ സമ്മേളനം നടത്തിയത്, നിങ്ങളൊക്കെ നോക്കിയിരുന്നതാണ്. അപ്പം ഞാൻ അവിടെ മെറ്റുക്കൽ സാറായിരുന്നു ആ പരിപാടിയില്ല. അപ്പോൾ സാർ അങ്ങനെ ഞാൻ ഓർഗനൈസിംഗ് സെക്രട്ടറി ആവുകയും അതോടൊപ്പം പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സദേൺ സോണിൻ്റെ മെമ്പറാക്കിയാണ്. വന്നത് വലിയ പോസ്റ്റാണ്, CL ആനന്ദൊക്കെ വരുന്ന വലിയ പോസ്റ്റാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഡൽഹി പോകുന്നത്, ക്യാമ്പിൽ പോകുന്നത് സ്റ്റീഫൻ സാർ എന്നെ കൊണ്ടുപോകാം. അങ്ങനെ സ്റ്റീഫൻ സാറുമായിട്ട് അടുത്ത് നിൽക്കുമ്പോഴും ഡീറുമായി സ്റ്റീഫൻ സാർ തമ്മിൽ ചെറിയ അകൽച്ചയുണ്ട്. ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഇത് കൈകാര്യം ചെയ്തത്. കാരണം ലീഡർ വരുമ്പോൾ ഇത് പോയി കണ്ട് നിൽക്കും. സ്റ്റീഫൻ സാറിന് ഞാൻ എയർപോർട്ടിൽ പോയി സ്വീകരിക്കും. ഈ സമയത്താണ് കോൺഗ്രസ് സ്പ്ലിറ്റ് ഉണ്ടാകുന്നത്. ആ ചെറിയ കാലത്ത് സ്പ്ലിറ്റ്, ഇന്ദിരാഗാന്ധി മാറുന്നു. സ്റ്റീഫൻ സാറ് കുറച്ച് ദിവസങ്ങൾ ഇന്ദിരാ വിരുദ്ധ ക്യാമ്പിൽ നിൽക്കുന്നു. ലീഡർ ഇന്ദിരാഗാന്ധി ചാണ്ടി സാറ് KPC പ്രസിഡന്റ് ആകാൻ. അപ്പോൾ അന്ന് എനിക്കൊരു പെണ്ണപ്പുറത്താണ്. അപ്പോൾ ആ ഒരു ചെറിയ കാലഘട്ടം സ്റ്റീഫൻ സാറിൻ്റെ കൂടെ ഞാൻ നിൽക്കുക, ഞാനുണ്ട്, മരക്കാരുണ്ട്. പെട്ടെന്ന് സ്റ്റീഫൻ സാറ് തിരിച്ച് പ്രതിപക്ഷ നേതാവാകുന്നു. അപ്പോൾ ആ സമയത്ത് ഇപ്പം ഞാൻ THയുമായിട്ട് അടുത്ത് വന്ന ഒരാൾ ഒരു ക്രൂഷ്യൽ പീരീഡിൽ THനെ വിട്ടിട്ട് സ്റ്റീഫൻ സാറിൻ്റെ കൂടെ പോയി എന്നുള്ളൊരു വിഷമം അയാൾക്കുണ്ട്. അതുകൊണ്ട് അന്നെങ്കിൽ അങ്ങനെയാണ് KPC ജനറൽ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പം എന്നെ മരക്കാരൊന്നും അടുപ്പിക്കുന്നില്ല. അപ്പം ഞങ്ങൾ എയർപോർട്ടിൽ പോയി. അപ്പം പ്രതിപക്ഷ നേതാവിൻ്റെ വലിയ സ്വീകരണം, പോലീസൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ സാറ് ഞങ്ങളെ രണ്ടുപേരും കാറിൽ കയറ്റി. സാറിൻ്റെ പൊന്നോടിക്ക് ഞങ്ങൾ ആ വാത്തുരുത്തി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറിങ്ങനെ പ്രതിപക്ഷ നേതാവായി കാറൊക്കെ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. എൻ്റെ മരക്കാരുടെ സ്ഥിതി വളരെ മോശമാണ്. പിന്നെ എന്താ പറയുന്നത്, ഒരു KPC മെമ്പറാകാൻ പോലും പറ്റുന്നില്ല. മുസ്തഫ അമ്പിനും അടുപ്പിക്കുന്നില്ല, എനിക്കും ഇല്ല മരക്കാർക്കും ഇല്ല. അതെന്താ ഞാൻ പറഞ്ഞത്, സാറ് തീരുമാനം എടുത്ത് ഞങ്ങൾ കൂടെ വന്നു. ഇപ്പോൾ സാറ് തിരിച്ചു വന്നു, സാറ് അവിടെ പ്രതിപക്ഷ നേതാവായി, ഇവിടെ ഞങ്ങൾ അനാഥമായി വന്നു. അങ്ങനെ ഞങ്ങൾ ഗസ്റ്റ് ഹൗസ് ചെല്ലുകയാണ്. അന്ന് ഇതുപോലെ മൊബൈലില്ല, ടെലഫോൺ. അപ്പോൾ സാറ് പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്പെഷ്യൽ കണക്ഷനൊക്കെ. അപ്പോൾ അത് ചാണ്ടി സാറാണ് KPC പ്രസിഡന്റ്. ചാണ്ടി സാറിനെ വിളിക്കാൻ പറഞ്ഞു. ചാണ്ടി സാറാണ്. അപ്പോൾ ചാണ്ടി സാറിന് എന്താ മരക്കാരെയും KV തോമസിനൊന്നും KPCസിൽ വെക്കാത്തത്? അവരൊക്കെ എന്താ വേണ്ട ഈ പാർട്ടിയിൽ? അവർക്ക് എന്തോരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ വിദ്യാഭ്യാസമുള്ള ആളുകളല്ലേ. അത് ചാണ്ടിന്ന് വിളിക്കും. ചാണ്ടിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ ഡൽഹിയിൽ നിന്ന് അയച്ചോളാം. വൈകുന്നേരം ഇപ്പം ടെലഗ്രാമൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേരും അപ്പോയിന്റ് ചെയ്യാം KPC മെമ്പർമാർ. അപ്പം ഒരു KPC മെമ്പർ എന്നൊക്കെ പറയുന്നത് സ്വപ്നം പോലും കാണാൻ കഴിയില്ല. ഇത് കഴിഞ്ഞിട്ട് എന്നെ പിന്നെ റീകോൺസ്റ്റിറ്റ്യൂമെൻ്റ് DCC ജനറൽ സെക്രട്ടറി ആക്കി മുസ്തഫയുടെ ഞാൻ അടുപ്പായിരുന്നു. എങ്കിലും മുസ്തഫയ്ക്ക് ചെറിയ ഇതുണ്ട്, ഒരു ക്രൂഷ്യൽ പീരീഡിൽ ഞാൻ മുസ്തഫയുടെ കൂടെ നിന്നില്ല എന്നൊരു ഇതായിരുന്നു. അവിടെ നിന്ന് ഞാൻ പിന്നീട് ലീഗറോട് കൂടുതൽ അടുക്കുക. ലീഗർ വന്ന് എന്നെ വിളിക്കും എല്ലാ കാര്യത്തിലും. ഏറ്റവും അവസാനം ഉണ്ടായ സംഭവം ആ ലോനപ്പൻ നമ്പാടം കാലുമാറിയ കാലഘട്ടത്തിൽ. അപ്പോൾ ലീഗർ എവിടെയോ കണ്ണൂർ പോകാൻ വേണ്ടിയാണ് വന്ന് എന്നാണ് ഗസ്റ്റ് ഹൗസിൽ വന്നിട്ട്. അപ്പം ലീഗർക്കൊരു കാര്യമുണ്ട്, ഉച്ചയ്ക്കൊന്ന് ഉറങ്ങണം. അപ്പോൾ എന്നോട് പറഞ്ഞ ആരും, അപ്പം സാധാരണ ആരും വരികയായിരുന്നു. അപ്പം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ ഒരു ദിവസം മൂലയ്ക്ക് ഇരിക്കുന്നു. പെട്ടെന്നാണ് അന്നത്തെ പോലീസ് കമ്മീഷണർ CT ആന്റണി സാറ് എന്നിട്ട് മാഷ ഒരു ന്യൂസ് ഉണ്ടെന്ന്, ലോനപ്പൻ നമ്പാടൻ പോവാണ്, അതൊന്ന് വളരെ മുപ്പിന്നോട് ഞാൻ പറഞ്ഞ ആരും വിളിക്കരുതെന്ന് പറഞ്ഞിരിക്കുക. പുള്ളി ഉറക്കാനല്ല, എന്താ നമ്മൾ ചെയ്യണം, അറിയാൻ അടിയന്തരമാണ്. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ചിരുന്ന കാലിലിങ്ങനെ തൊട്ട് എന്താ നമ്മൾ CT ആന്റണി സാർ വന്നിട്ടുണ്ട്, കമ്മീഷണർ എന്താ ലോനപ്പൻ നമ്പാടൻ പോവാം എന്ന് ഞാൻ അറിഞ്ഞോടാലോ.
അത് കഴിഞ്ഞ് അങ്ങനെ ഓരോ കാര്യത്തിൽ നിന്ന് പിന്നെ ഒരു തവണ അപ്പൊ പിന്നെ പുള്ളി അത് തുടർന്ന് അങ്ങ് രാജിവെക്കല്ലേ ചെയ്തത്? ആദ്യം രാജിവെക്കുന്നത്. പക്ഷെ അടുത്ത ഇലക്ഷനിലേക്കുള്ള പ്രിപ്പറേഷൻ അപ്പോൾ തുടങ്ങി. അപ്പം ആ സമയത്താണ്, ആ കാലഘട്ടത്തിലാണ് ഒരു ബൈ ഇലക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കൽ. അപ്പോൾ പൈസ അന്ന് എറണാകുളത്ത് നിന്നാണ് കളക്ട് ചെയ്തത്. അപ്പോൾ ലീഡർ ഞാനാണ് കളക്ട് ചെയ്യാൻ. ലീഡർ വിളിച്ചു പറയും, ഞാൻ പോയി കാശ് മേടിക്കും. അല്ല എൻ്റെ പേരിലല്ല, പക്ഷേ ലീഡർ വിളിക്കുന്നതാണ്. അപ്പോൾ ഒരിക്കലും എന്താ പറ്റിയെന്ന് വെച്ചാൽ അന്ന് പ്രീമിയർ ടയേഴ്സ് ഉണ്ട്, ലീഡർക്ക് വലിയ സ്വാധീനമുണ്ട്. അന്നൊക്കെ 1 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവമുള്ള കാര്യമാണ്. അപ്പോൾ ലീഡർ കാറിൽ വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നോ, അതിനോട് ഒഴിഞ്ഞ സ്ഥലത്ത് പോയാൽ കാശ് കിട്ടും, അത് വാങ്ങിച്ചു വെച്ചതിന് മുല്ലപ്പള്ളിക്ക് തിരഞ്ഞെടുപ്പിനുണ്ട് കാശ് തന്നു. ഞാൻ പോയി അതൊക്കെ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ചാണ്ടി സാറ് വരുന്നത്. ചാണ്ടി സാറ് വന്നിട്ട് പറഞ്ഞ സാർ എടോ വലിയ പ്രശ്നമാണല്ലോ, തരും കാശൊന്നുമില്ല, വലിയ ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് കാശുണ്ട് ഇവിടെ. ശരി. അപ്പം ഞങ്ങൾ 1 ലക്ഷം രൂപ ഉണ്ട്, ഇതിങ്ങനെ ലീഡ് പറഞ്ഞിട്ടാണ് അത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പം ലീഡ് വരുമ്പോൾ കൊടുക്കാൻ പറ്റും. അതിനെന്താ ഇങ്ങോട്ട് ഞാൻ പീസ് പ്രസിഡൻ്റല്ലേ കൊടുക്കണ. ചാണ്ടി സാറ് പോയി. കുറച്ച് കഴിയുമ്പോൾ ലീഡ് വന്നു. ലീഡ് പൈസ കിട്ടി, ഞാൻ കിട്ടി. എന്നിട്ട് ഞാൻ ചാണ്ടി സാറിൻ്റെ കൊടുത്തു. അപ്പം എന്തൊരു പൊട്ടനാണ്. അതിനൊക്കെ ചില ബുദ്ധി കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടില്ല, പക്ഷെ അതൊക്കെ ചില ലക്ഷ്യങ്ങളുണ്ട്. അപ്പോഴാണ് എനിക്ക് അന്നൊരു കാര്യം മനസ്സിലായി, ഇത്തരം കാര്യം അടുത്ത പാഠം പഠിച്ച്. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. നമ്മൾ ലീഡർ എപ്പോഴാണ് ഇവിടെ നിന്ന് പോകണമെന്ന് ചോദിച്ചു. അത് ഞാൻ വൈകുന്നേരം പോയി. അപ്പോൾ കാശ് കിട്ടുന്നു. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പോയി. ഞാൻ പറഞ്ഞു കടമാണെങ്കിലും അല്ലെങ്കിൽ ഇന്നിപ്പോൾ 1 ലക്ഷം രൂപ, ഇതെൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് എന്ന് സുഹൃത്ത്. പക്ഷെ അന്ന് എനിക്കൊരു കാര്യം, നമ്മൾ ഓരോ കാര്യം ഏൽപ്പിച്ചാൽ അതേ ചെയ്യാൻ പാടുള്ളൂ.